കലപില ക്രിയേറ്റീവിന്റെ അപ്ഡേറ്റ്സ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കലപില റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ട്രെയിലർ ആൻഡ് ടീസർ റിയാക്ഷൻസ്, വീഡിയോ റിയാക്ഷൻസ് ആയിട്ട് ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൽ ഇതിൻ്റെ ഒപ്പം കൊടുക്കാം, എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യും. അതിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ പറ്റിയിട്ടാണ്. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു റിലീസിനെ പറ്റിയിട്ടാണ്. അത് ചോട്ട മുംബൈയാണ് സിനിമ. കഴിഞ്ഞ മാസം 21 പ്ലാൻ ചെയ്തിരുന്നത്. തുടരും സിനിമയുടെ ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ അതിനെ കിട്ടിയതല്ലായിരുന്നു. അപ്പൊ തുടരും സിനിമ കാരണം ആ സിനിമ മാറ്റി വെച്ചപ്പോൾ തൊട്ട് OTT വന്നു. അപ്പൊ ഈ വരുന്ന 6-ാം തീയതിയാണ് ചോട്ട മുംബൈ റിലീസ് വരുന്നത്. ചോട്ടാമ്പേ റീ റിലീസ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ലിങ്കും ഇതിന്റെ ഒപ്പം തന്നെ വയ്ക്കാം. അതിൽ നമ്മൾ അന്ന് റിലീസ് ചെയ്തിരുന്ന വിനോദയാത്രയും അന്നത്തെ ക്ലാഷ് റിലീസിനെ പറ്റിയിട്ടുണ്ടായ കാര്യം. അടുത്ത റിലീസ് ഏതാ? അടുത്ത റിലീസ് എന്ന് പറഞ്ഞത് തഗ് ലൈഫ് ആണ്. സെയിം ഡേറ്റ്. അപ്പൊ കമൽഹാസന്റെ വിക്രം കഴിഞ്ഞിട്ട് ഇന്ത്യൻസ് വന്നേക്കും. അത് വലിയ കാര്യമായിട്ട് എന്താ പിന്നെ മണിരത്നത്തിന്റെ ഒപ്പം നായകന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചില ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചില ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ദുൽഖർ മുതൽ ജയൻ രവി വരെ ഉള്ള ആൾക്കാരൊക്കെ കാസ്റ്റിംഗ് അവരൊക്കെ വർക്ക്ഔട്ട് ചെയ്യും. STR സിനിമയ്ക്ക് വരും ചെയ്തോട് കൂടിയിട്ട് സിനിമ വേറൊരു തരത്തിൽ മാറി. ഇപ്പോ അതിന്റെ ലേറ്റസ്റ്റ് ട്രെയിലർ, അതായത് ഇപ്പോ ലാസ്റ്റ് വന്ന ട്രെയിലർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷിച്ചതല്ല, വേറൊരു തരത്തിൽ നമ്മളൊരു ഗോഡ് ഫാദർ ടൈപ്പ് സിനിമ. അവര് നമ്മളൊരു ക്ലാഷ് ലെവലിന്റെ സിനിമ എത്താന്നാണ് ആ സിനിമനെ പറ്റി നല്ല പ്രതീക്ഷ ഉണ്ട്. അതുപോലെ തന്നെ ആ സിനിമ നമ്മുടെ കർണാടകയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കമൽഹാസൻ അത് അതിന്റെ ഒരു ഇതിന് പോയി പ്രൊമോഷൻ പോയി നോക്കുമ്പോ അതിനെ പറ്റി സംസാരിച്ചത് അല്ല. പിന്നെ എന്ത് നഷ്ടം സംഭവിച്ചാലും ഞാനത് കുഴപ്പമില്ലെന്ന് വെക്കാനുള്ള എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ 6-ാം തീയതി ഇറങ്ങാൻ പോകുന്ന മലയാളത്തിലെ സിനിമ റിലീസാവുന്നത് ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി സിനിമ പത്മകുമാർ ഡയറക്ട് ചെയ്യുന്ന സിനിമ. ആ സിനിമ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം ഓൾറെഡി മുന്നേ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ട് പിന്നെ ഡേറ്റ് തള്ളി വന്നിട്ട് ഇപ്പൊ 6-ാം തീയതി അവര് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. വക്കീലായിട്ട് ഇപ്രാവശ്യം പുള്ളി ഒന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. സർക്കിട്ടും നല്ല അഭിപ്രായം. ഒരുമിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് സിനിമ ഇറങ്ങാൻ പോകും. അപ്പൊ നമ്മുടെ റിലീസസ് നമുക്കുള്ള കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു അനൗൺസ്മെന്റ് ആണ് വരാനുള്ളത്. നമ്മുടെ അൽത്താഫ്, നമ്മുടെ അദ്ദേഹം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ ആക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ചെയ്തായിരിക്കും. കാരണം അദ്ദേഹം ഓൾറെഡി ഇതൊരു ഗ്യാപ്പ് എടുത്തിട്ടുള്ളത്. അപ്പൊ അടുത്ത സിനിമ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വരുന്നത് നായകനൊക്കെ വരാൻ പോകുന്ന നമ്മുടെ നെസ്ലനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഹിറ്റുകളായിട്ടുള്ള ഒരുപാട് ചിത്രത്തിൽ അയാളെ ഭാഗമായിരുന്നു. പ്രേമലാണെങ്കിലും ശരി, ലാസ്റ്റ് ഇറങ്ങിയ ആലപ്പുഴ ജില്ലക്കാരാണെങ്കിലും അദ്ദേഹം ഓരോ സിനിമ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അത് മിക്കവാറും ഇപ്പൊ ഓണത്തിന് അൽത്താഫിന്റെ റിലീസ് ഉണ്ട്. അതിന്റെ സിനിമ ഓടും കുതിരചാട്ടം. അപ്പൊ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും അനൗൺസ്മെന്റ് ഞാൻ പ്രതീക്ഷിച്ചത്. ഓണം ഇനിയിപ്പോ അധികം മാസം ഇല്ലല്ലോ. ഇനി അടുത്ത് വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 20-ാം തീയതി റിലീസാൻ പോകുന്ന സുരേഷ് ഗോപിയുടെ JSK എന്ന് പറയുന്ന സിനിമ, ജാനകി സ്റ്റേറ്റ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതാണ് സിനിമ. അതിന്റെ ഒരു മോഷൻ പോസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ കുറച്ച് ദിവസം മുന്നേ. അതിന്റെ മുന്നേ ഒരു ചെറിയ ടീസർ പോലത്തെ ഒരു പോർഷൻ, അതില് വേട്ടക്കാരനും ഇരയ്ക്കും ഒരു വക്കീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വോയിസ് ഓവറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ. അതൊരു കോർട്ട് റൂം ഡ്രാമ ആയിരിക്കും എന്നാണ് നമുക്കിപ്പോ കണ്ടിടത്തോളം തോന്നുന്നത്. അതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സിനിമ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു നല്ല സിനിമയാണ്. പുള്ളിയുടെ 2ാമത്തെ സിനിമയാണ്. ഓക്കെ. സുരേഷ് ഗോപി ഈ വർഷത്തെ ആദ്യത്തെ സിനിമ അതായിരിക്കും. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ തമിഴിൽ നിന്നുള്ളൊരു അപ്ഡേറ്റ്, മദ്രാസി ഫിലിം. ഇപ്പൊ SKക്ക് മാത്രമല്ല AR മുരുകദാസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോ AR മുരുകദാസിന്റെ കുറച്ച് ഡൗൺ ആയിട്ട് കുറച്ച് ഫിലിംസ്
അപ്പോ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ആരായിരുന്നു നമുക്ക് അറിയാം. അപ്പോ അദ്ദേഹം ഒരു ഡൗൺഫാളിലേക്ക് പോകരുതെന്ന് ആഗ്രഹം. നമുക്ക് പേഴ്സണലി തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചുള്ള ആർട്ടിസ്റ്റിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷെ ഞാനിപ്പോ അതിന്റെ ടീച്ചർ കണ്ടില്ല, ഞാൻ ഭയങ്കര അതെ, അതെ, satisfied ആണ്. വിദ്യു ചെമ്പോലും ബിച്ചുമേനും ഉൾപ്പെടെ അതിൽ കാണുന്നുണ്ട്. അപ്പൊ ആ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് പോയി ഇപ്പൊ അടുത്തൊരു ഹാർബർ അല്ല ഒരു എന്താ Shipyard പോലത്തെ, നടക്കുന്ന രീതിയിൽ അതിന്റെ പിക്സ് ഒക്കെ വന്നു. വലിയൊരു കപ്പല് ഇരിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി സിനിമ സെപ്റ്റംബർ 5 വരും എന്നുള്ളത് അതെ, ഉറപ്പാണ്. ഒരു date വിട്ടതാണ്. അപ്പൊ ആ സിനിമ കൃത്യമായിട്ട് സെപ്റ്റംബർ 5 നമുക്ക് അതും അമരിന് ശേഷം വരുന്ന എസ്കേടെ പടം, അതും ഒരു അതിന്റെ സക്സസ് പിന്നെ പറയാണ്ടല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഇപ്പൊ ഒരു ഷേവ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഭയങ്കര നടക്കുന്നുണ്ട്. ഇതാ സിനിമയിലെ ആണോ ഫ്ലാഷ് ബാക്ക് അതിൽ ഫുള്ള് അതോ ഇനി ഇത് മീശ വിരിച്ചിട്ടും കാണുന്നുണ്ട്. ഇനി അത് നമ്മളുടെ പരാശക്തിയുടെ ആണോ നമുക്ക് അങ്ങനെ മറ്റേ തുപ്പാക്കിക്ക് ശേഷം വിദ്യുത് ജമാലിനെ വീണ്ടും കപ്പലിലിട്ട് ഇടിക്കാനുള്ള പ്ലാനാണോന്ന് അറിയില്ല. പ്രോപ്പർ കമേഴ്ഷ്യൽ ആയിരിക്കും. കാരണം എസ്കെനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, മുരുകദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഗംഭീര സിനിമ തരണം. അദ്ദേഹം അങ്ങനെ മോശം സിനിമ ചെയ്തിട്ട് ഇൻഡസ്ട്രി വിട്ടുപോകേണ്ട ഒരാളല്ല. ഓക്കെ.